കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗമരുതവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, നമുക്ക് വീണ്ടും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായിട്ട് ഒരുമിച്ച് കണ്ടുമുട്ടുവാൻ കർത്താവ് തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാ ഞായറാഴ്ചകളുടെ പ്രഭാതങ്ങളിലും ഈ TV സ്ക്രീനിലൂടെ നിങ്ങളുടെ ഭവനങ്ങളിൽ എത്തിച്ചേരുവാൻ കർത്താവ് തന്നിരിക്കുന്ന വിലപ്പെട്ട അവസരത്തിനായിട്ട് സ്തോത്രം. നമുക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ഒരുമിച്ച് ചിന്തിക്കുവാനും പഠിക്കുവാനും വചനത്തിൽ വളരുവാനും നമ്മുടെ ജീവിതങ്ങളെ കർത്താവിനായിട്ട് സമർപ്പിക്കുവാനും ഒക്കെ ഈ ശുശ്രൂഷ മുഖാന്തരം കർത്താവ് ഇടയാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവം സ്ഥാപിച്ചിട്ടുള്ള തിരുവചനത്തിൻ്റെ സത്യ അടിസ്ഥാനങ്ങളെ മറിച്ച് കളഞ്ഞിട്ട് മനുഷ്യൻ വ്യാജമായ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിയോഗിയായ പിശാച് സ്ഥാപിച്ചിട്ടുള്ള അടിസ്ഥാനങ്ങളിന്മേൽ പണിയുന്നൊരു കാലഘട്ടം. അപ്പോൾ ഈ വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി നാം ശരിയായ അടിസ്ഥാനത്തിൽ പണിയപ്പെടുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 45 എപ്പിസോഡുകളായിട്ട് നാം ഈ വിഷയം തുടർച്ചയായിട്ട് ചിന്തിക്കുകയായിരുന്നു. ഇന്നതിൻ്റെ 46ാമത്തെ എപ്പിസോഡിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 16 എപ്പിസോഡുകൾ നമ്മൾ ആരാധന എന്ന അടിസ്ഥാനമായി ചിന്തിച്ചത്. ഇന്നു മുതൽ നമ്മളൊരു പുതിയ അടിസ്ഥാനത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, സ്നാനം എന്ന അടിസ്ഥാനം. അപ്പോൾ വീണ് കിടക്കുന്ന മറ്റൊരു അടിസ്ഥാനമാണ് സ്നാനം എന്ന അടിസ്ഥാനം. നമുക്ക് ചിന്തയ്ക്ക് ആധാരമായി ഒരു വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. അവിടെ എന്താ വായിക്കുന്നത്? അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. യേശു കർത്താവ് അടിവരയിട്ടൊരു കാര്യം പറയുകയാണ്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പം മനുഷ്യവർഗത്തെ രക്ഷയിലേക്കും രക്ഷകനിലേക്കും നയിക്കുവാൻ ദൈവം സ്ഥാപിച്ചിട്ടുള്ള അടിസ്ഥാന ഉപദേശങ്ങളെ മറിച്ച് കളഞ്ഞിട്ട് വ്യാജ അടിസ്ഥാനങ്ങളിന്മേൽ പണിയുന്നവരെ കൊണ്ട് ഇന്നത്തെ ലോകം നിറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ വഞ്ചിച്ച് കൽപ്പനാലംഘനത്തിൽ വീഴ്ത്തിയ പിശാച് ഇന്നും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ സത്യ ഉപദേശങ്ങളുടെയും വ്യാജമായ പതിപ്പ് സാത്താൻ പുറത്തിറക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വാചകം ശ്രദ്ധിച്ചോ? ദൈവം ഒരു സത്യ ഉപദേശത്തെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വ്യാജ ഉപദേശം ആര് പുറത്തിറക്കിയിട്ടുണ്ട്? സാത്താനും പുറത്തിറക്കിയിട്ടുണ്ട്. ദൈവവചനവുമായിട്ട് നല്ല ബന്ധമില്ലാത്ത കാരണത്താൽ സാത്താൻ പുറത്തിറക്കിയിട്ടുള്ള പല വ്യാജമായ പതിപ്പുകളും ദൈവം നൽകിയിട്ടുള്ളതാണെന്നുള്ള ധാരണയിൽ അനുസരിച്ച് നടക്കുന്നവർ ധാരാളം ഇന്നത്തെ ലോകത്തിലുണ്ട്. ഞാൻ പറഞ്ഞ വാചകം ശ്രദ്ധിച്ചോ? അതായത് ദൈവവചനവുമായിട്ട് നമുക്ക് നല്ല ബന്ധമില്ല എങ്കിൽ സാത്താൻ്റെ പല ഉപദേശങ്ങളും ദൈവം നൽകിയിട്ടുള്ളതാണെന്നുള്ള ചിന്തയിൽ നാം അനുസരിച്ച് പോകും. അങ്ങനെ അനുസരിച്ച് പോകാതിരിക്കണമെങ്കിൽ ദൈവവചനവുമായിട്ട് നമുക്ക് നല്ല ബന്ധം ഉണ്ടായിരിക്കണം. ഇന്ന് പിശാച് വച്ച് നീട്ടിയിരിക്കുന്ന പലതും ദൈവം കൽപ്പിച്ചതാണെന്നുള്ള ധാരണയിൽ അനുസരിക്കുന്നവരുണ്ട്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം ഇത്തരത്തിൽ പിശാച് മനുഷ്യനെ വഞ്ചിച്ച് ചതിയിൽ വീഴ്ത്തിയിരിക്കുന്ന ഒരു വിഷയമാണ്, സ്നാനം എന്ന വിഷയം. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, ദൈവം ഒരു പ്രത്യേക ദൗത്യത്തിനായി ഒരു മനുഷ്യനെ ലോകത്തിലേക്ക് അയച്ചു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം. യോഹന്നാൻ 1:6. അവിടെ എന്താ വായിക്കുന്നത്? ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന പേർ. അപ്പോൾ ദൈവം അയച്ചിട്ട് ആര് വന്നു? ഒരു പ്രത്യേക മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന പേർ. ഇവിടെ ഈ വാക്യത്തിൽ ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? യോഹന്നാൻ സ്നാപകനെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു എന്ന സത്യദൈവത്തെക്കുറിച്ച് സാക്ഷ്യം പറയുവാനും കർത്താവായ യേശുക്രിസ്തുവിന് വഴി ഒരുക്കുവാനും വേണ്ടിയിട്ടാണ് ദൈവം യോഹന്നാനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. അപ്പോൾ യേശുക്രിസ്തു എന്ന സത്യ വെളിച്ചത്തിന്, സത്യദൈവത്തിന് സാക്ഷ്യം പറയുവാൻ ഈ യോഹന്നാൻ സ്നാപകനോടുകൂടി ആരംഭിച്ച ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് സ്നാനം എന്ന ശുശ്രൂഷ. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായം 1 മുതൽ 6 വരെ. അവിടെ എന്താ വായിക്കുന്നത്? ആ കാലത്ത്
യോഹന്നാൻ സ്നാപകൻ വന്നു, യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു. ദൈവരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്, കർത്താവിന്റെ വഴി ഒരുക്കി അവിടുത്തെ പാത നിരപ്പാക്കുവിൻ എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. യോഹന്നാനോ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ചു. വെട്ടുക്കിളിയും കാട്ടുതേനും ഉപജീവിച്ചു. അവന്റെ ആഹാരമോ വെട്ടുക്കിളിയും കാട്ടുതേനും ആയിരുന്നു. അന്ന് യെരൂശലേമ്യരും യഹൂദ്യ ദേശക്കാരൊക്കെയും യോർദാന്റെ ഇരുകരയുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുക്കൽ വന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. ഇപ്പൊ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുകയാണ്. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത്? ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു. അന്ന് യെരൂശലേമിലുള്ളവരും യഹൂദ്യ ദേശക്കാരും യോർദാന്റെ ഇരുകരയുമുള്ള നാട്ടുകാരൊക്കെ പുറപ്പെട്ടു വന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യോർദാൻ നദിയിൽ യോഹന്നാനാൽ സ്നാനമേറ്റു എന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഒരിക്കൽ നമ്മുടെ കർത്താവ് ദൈവാലയത്തിൽ വെച്ച് ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരോടും മൂപ്പന്മാരോടും ഒരു പ്രധാന ചോദ്യം ചോദിച്ചു. എന്തായിരുന്നു ആ ചോദ്യം? മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 25-ാമത്തെ വാക്യം. മത്തായി 21:25. ചോദ്യം ഇങ്ങനെയാണ്: യോഹന്നാന്റെ സ്നാനം എവിടെ നിന്ന്? സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? അപ്പൊ യേശു കർത്താവ് ജനത്തിൻ്റെ മൂപ്പന്മാരോടും പരീശന്മാരോട് എന്താ ചോദിച്ചത്? യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? അപ്പൊ ഈ ചോദ്യത്തിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. അതായത് സ്വർഗത്തിലെ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട ശരിയായ സ്നാനമുണ്ട്, അതുപോലെ മനുഷ്യരുടെ സമ്പ്രദായത്താൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള സ്നാനങ്ങളുമുണ്ട്. കർത്താവിൻ്റെ വാക്കുകളിലൂടെ നമുക്കത് വ്യക്തമാണല്ലോ. യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? അപ്പൊ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട സ്നാന ശുശ്രൂഷയുണ്ട്, മനുഷ്യരുടെ സമ്പ്രദായത്താൽ ഉണ്ടായ സ്നാനങ്ങളുമുണ്ട്. അപ്പൊ ദൈവവചനത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങളിൽ ഒന്നാണ് സ്നാനം എന്ന് പറയുന്നത്. എന്തിനാണ് ദൈവം ഈ സ്നാനം ഏർപ്പാട് ചെയ്തത്? പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 21-ാമത്തെ വാക്യം. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 21-ാമത്തെ വാക്യം. അവിടെ എന്താ വായിക്കുന്നത്? സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കുള്ള അപേക്ഷയായിട്ടത്രേ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നിങ്ങളെയും രക്ഷിക്കുന്നു. അപ്പൊ എന്തിനാ സ്നാനം? ജഡത്തിന്റെ അഴുക്ക് കളയുവാനായിട്ടല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കുള്ള അപേക്ഷയായിട്ടത്രേ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നിങ്ങളെയും രക്ഷിക്കുന്നു. അപ്പൊ ദൈവത്തോട് നല്ല മനസ്സാക്ഷിയുള്ളവരായിരിക്കുവാൻ വേണ്ടിയിട്ടാണ് നാം സ്നാനപ്പെടുന്നത്. അപ്രകാരം നല്ല മനസ്സാക്ഷിയുള്ളവരായിരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വീണ്ടും ജനനം ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവത്തോട് നല്ല മനസ്സാക്ഷിയുള്ളവരായിരിക്കണമെങ്കിൽ നമുക്കൊരു വീണ്ടും ജനനം ആവശ്യമാണ്. എന്താണ് ഈ വീണ്ടും ജനനം? കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന ഒരുവനെ ദൈവം അംഗീകരിക്കുന്ന പ്രക്രിയയ്ക്കാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ തൻ്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്ന ഒരുവനെ ദൈവം അംഗീകരിക്കുന്ന പ്രക്രിയയ്ക്കാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. വീണ്ടും ജനനം പ്രാപിക്കുന്ന ഒരുവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്നു. അപ്പൊ എങ്ങനെയാണ് ഒരുവനിൽ വീണ്ടും ജനനം ഉണ്ടാകുന്നത്? അപ്പൊ നല്ല മനസ്സാക്ഷി ഉണ്ടാകണമെങ്കിൽ വീണ്ടും ജനനം പ്രാപിക്കണം. വീണ്ടും ജനനം പ്രാപിക്കുന്നത് എങ്ങനെയാണ് ഒരു വീണ്ടും ജനനം ഉണ്ടാകുന്നത്? പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യം. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യം. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പൊ വീണ്ടും ജനനം ഉണ്ടാകുന്നത് എങ്ങനെ? കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നാം വീണ്ടും ജനിച്ചിരിക്കുന്നു. അതായത് ഒരുവൻ ദൈവവചനം കേൾക്കുമ്പോൾ ദൈവവചനമാകുന്ന വിത്ത് അവൻ്റെ ഹൃദയമാകുന്ന നല്ല നിലത്ത് വീഴുന്നു. അതിന്മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ എന്തു ചെയ്യുന്നു? ഒരു ജനനം ഉണ്ടാകുന്നു. ഇത് ദൈവികമായി സംഭവിക്കുന്നതാകയാൽ അതവനെ ദൈവമകനാക്കി തീർക്കുന്നു. ഇപ്രകാരം വീണ്ടും ജനനം പ്രാപിച്ച ഒരുവൻ ഏൽക്കേണ്ട ഒന്നാണ് സ്നാനം. എന്താ മനസ്സിലായി? ദൈവവചനമാകുന്ന വിത്ത് ഒരുവൻ്റെ ഹൃദയത്തിൽ വീഴുമ്പോൾ, അത് നല്ല നിലമാകുന്ന ഹൃദയത്തിൻ്റെ നിലത്ത് വീഴുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്മേൽ പ്രവർത്തിക്കുകയും
ജനനമുണ്ടാകുകയും ചെയ്യുന്നു. ഇത് ദൈവീയമായി സംഭവിക്കുന്നതാകിയാൽ അതവനെ ദൈവമകനാക്കി തീർക്കുന്നു. ഇപ്രകാരം വീണ്ടും ജനനം പ്രാപിച്ച ഒരുവൻ ഏൽക്കേണ്ട ഒന്നാണ് സ്നാനം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് പ്രകാരം പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. യോഹന്നാൻ 3:5. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ഇന്ന് സ്നാനമെടുക്കാത്ത പ്രിയപ്പെട്ടവർ പലരും എന്നെ കേൾക്കുന്നുണ്ട്. പറയട്ടെ, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇത് കർത്താവ് ആരോടാ പറഞ്ഞത്? നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 5 വരെ. യോഹന്നാൻ 3:1 മുതൽ 5 വരെ. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദെമോസ് എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ കർത്താവിൻ്റെ അടുക്കൽ വന്നു. റബി, അങ്ങ് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ അങ്ങ് ചെയ്യുന്ന ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. അതിന് യേശു എന്താ ഉത്തരം പറഞ്ഞത്? ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ നിക്കോദെമോസിന് സംശയം, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ യേശുവിൻ്റെ മറുപടി, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇത് കർത്താവ് ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരുന്ന നിക്കോദെമോസിനോടാണ് പറഞ്ഞത്. ഒരു കാര്യം മനസ്സിലാക്കണം. നിക്കോദെമോസിനോട് യേശു പറയുകയാണ്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. എന്തുകൊണ്ടാണ് നിക്കോദെമോസിനോട് ഇങ്ങനെ പറയേണ്ടി വന്നത്? ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും നിക്കോദെമോസിന് വീണ്ടും ജനനം എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് യേശുവിന് ഇപ്രകാരം പറയേണ്ടതായിട്ട് വന്നത്. രണ്ടാമതും യേശുവോ നീ വീണ്ടും ജനനം പ്രാപിക്കണമെന്ന് നിക്കോദെമോസിനോട് പറയാൻ കാരണം നിക്കോദെമോസിന് ഇത് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് നിക്കോദെമോസ് ചോദിച്ചത്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ ഒരുവൻ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതിൻ്റെ പരസ്യമായ പ്രഖ്യാപനമാണ് സ്നാനം. എന്താ മനസ്സിലായി? കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച് ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ ഒരുവൻ തീരുമാനമെടുക്കുന്നു എന്നതിൻ്റെ പരസ്യമായ പ്രഖ്യാപനമാണ് സ്നാനം. ഒരുവന് ആന്തരികമായി ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ ബാഹ്യമായ പ്രതിഫലനമാണ് സ്നാനം. എന്നാൽ ഇന്നത്തെ ക്രൈസ്തവ ഗോളത്തിൽ വളരെ തർക്കങ്ങൾക്കും വാഗ്വാദങ്ങൾക്കും ഒക്കെ വഴിവെച്ചിട്ടുള്ള ഒരു വിഷയം കൂടിയാണ് സ്നാനം. നാം 10 വ്യത്യസ്ത ഭവനങ്ങൾ സന്ദർശിച്ചിട്ട് ഏതാണ് ശരിയായ സ്നാനമെന്ന് ചോദിച്ചാൽ 10 വ്യത്യസ്ത ഉത്തരങ്ങളായിരിക്കും ലഭിക്കുക. ചിലർ പറയും വെള്ളം ഒഴിക്കുന്നതാണ് ശരിയായ സ്നാനം. ചിലർ പറയും വെള്ളം തളിക്കുന്നതാണ് ശരിയായ സ്നാനം. ചിലർ പറയും കൊടിക്കീഴിലൂടെ പോകുന്നതാണ് ശരിയായ സ്നാനം. ചിലർ പറയും വെള്ളത്തിൽ മുക്കുന്നതാണ് ശരിയായ സ്നാനം. ചിലർ പറയും വെള്ളത്തിൽ 3 പ്രാവശ്യം മുക്കുന്നതാണ് ശരിയായ സ്നാനം. ചിലർ പറയും ഉപ്പ് വിതറുന്നതാണ് ശരിയായ സ്നാനം. ചിലർ പറയും റോസാപ്പൂക്കൾ വിതറുന്നതാണ് ശരിയായ സ്നാനം. ഇങ്ങനെ വ്യത്യസ്ത ഉത്തരങ്ങളായിരിക്കും നമുക്ക് ലഭിക്കുക. എന്നാൽ വേദപുസ്തകം എന്ത് പറയുന്നു? ഇങ്ങനെ പലതരത്തിലുള്ള സ്നാനങ്ങളുണ്ടോ? എഫെസ്യ ലേഖനം അതിന് 4-ാം അധ്യായം 4 മുതൽ 6 വരെ. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 6 വരെ എന്ത് വായിക്കുന്നു? നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരമൊന്ന്, നമ്മുടെ സഭയൊന്ന്, ആത്മാവൊന്ന്, പരിശുദ്ധാത്മാവൊന്ന്, ശരീരമൊന്ന്, ആത്മാവൊന്ന്, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവനൊരുവൻ. വചനം വളരെ വ്യക്തമാണ്. എന്താണ്? ശരീരമൊന്ന്, ആത്മാവൊന്ന്, വിശ്വാസമൊന്ന്, സ്നാനം ഒന്ന് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള സ്നാനങ്ങളില്ല. ശരിയായ സ്നാനം ഒന്നേ ഉള്ളൂ. അപ്പം തിരുവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത് ശരിയായ സ്നാനം ഒന്നേ ഉള്ളൂ. അപ്പോൾ ചോദ്യം, പിന്നെ എന്തുകൊണ്ടാണ് ലോകത്തിൽ വ്യത്യസ്തമായ സ്നാനങ്ങൾ കാണുന്നത്? തളിച്ച് സ്നാനപ്പെടുത്തുന്നു, ഒഴിച്ച് സ്നാനപ്പെടുത്തുന്നു, മുക്കി സ്നാനപ്പെടുത്തുന്നു.
കൊടിക്കീഴിലൂടെ സ്നാനപ്പെടുത്തുന്നു. പലതരം സ്നാനങ്ങൾ കാണുന്നുണ്ടല്ലോ. അതിന്റെ കാരണം വെളിപ്പാട് പ്രവചനം 12-ാം അധ്യായം 9-ാമത്തെ വാക്യം. വെളിപ്പാട് 12:9. അവിടെ എന്താ വായിക്കുന്നത്? ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനുമെന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അപ്പൊ വ്യത്യസ്ത സ്നാനങ്ങൾ, ദൈവവചനത്തിന് വിരുദ്ധമായ വ്യത്യസ്ത സ്നാനങ്ങൾ ലോകത്തിൽ കാണാൻ കാരണം എന്താണ്? ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനുമെന്ന പഴയ പാമ്പിന്റെ തന്ത്രമാണ്. പ്രിയമുള്ളവരെ, വഞ്ചിക്കപ്പെടരുത്. ഇന്ന് ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചിന്റെ തന്ത്രമാണ് തിരുവചനത്തിന് വിരുദ്ധമായ വ്യത്യസ്ത സ്നാനങ്ങൾ. ദൈവം സ്ഥാപിക്കുന്ന സകലത്തിൻ്റെയും വ്യാജമായ പതിപ്പ് ആര് പുറത്തിറക്കിയിട്ടുണ്ട്? സാത്താനും പുറത്തിറക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ദൈവം സഭയിൽ പ്രവാചകന്മാരെ നിയമിച്ചു, സാത്താൻ കള്ളപ്രവാചകന്മാരെ നിയമിച്ചു. ദൈവസഭയിൽ അപ്പോസ്തലന്മാരെ നിയമിച്ചു, സാത്താൻ കള്ള അപ്പോസ്തലന്മാരെ നിയമിച്ചു. ദൈവം ആഴ്ചവട്ടത്തിന്റെ 7-ാം ദിവസത്തെ മനുഷ്യവർഗത്തിന് ആരാധനയ്ക്കായിട്ട് സ്ഥാപിച്ചു, സാത്താൻ 1-ാം ദിവസത്തെ സ്ഥാപിച്ചു. ദൈവം ശരിയായ സ്നാനം ഏർപ്പാട് ചെയ്തു, സാത്താൻ വ്യത്യസ്ത സ്നാനങ്ങൾ ഏർപ്പാട് ചെയ്തു. നമ്മൾ ശ്രദ്ധിക്കണം, ലോകം വഞ്ചനയിലകപ്പെട്ട് കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് സാത്താൻ ഇപ്രകാരം ചെയ്യുന്നത്? അതിൻ്റെ കാരണം, നാം ഒരു കടയിൽ ഒരു ഉപകരണം വാങ്ങിക്കുവാൻ പോകുന്നു എന്നിരിക്കട്ടെ. നാം ആ കടയിൽ ചെല്ലുമ്പോൾ യഥാർത്ഥമായ നല്ല ഉപകരണത്തോടൊപ്പം അതിനോട് സാമ്യമുള്ള വേറെ 10 ഉപകരണങ്ങൾ കൂടെ വെച്ചിരിക്കുന്നു എന്നിരിക്കട്ടെ. അങ്ങനെയായാൽ നമ്മുടെ തിരഞ്ഞെടുപ്പ് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ആ ഉപകരണത്തെ പറ്റി ശരിയായ ജ്ഞാനം ഉണ്ടായിരിക്കണം. ശരിയായ ജ്ഞാനമില്ലെങ്കിൽ നാം തിരഞ്ഞെടുക്കുന്നത് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് തന്നെയാണ് സ്നാനത്തിലും സംഭവിച്ചിരിക്കുന്നത്. ദൈവം യഥാർത്ഥമായ സ്നാനം ഏർപ്പാട് ചെയ്തപ്പോൾ സാത്താൻ അതിൻ്റെ വ്യാജമായ പല പതിപ്പുകൾ പുറത്തിറക്കി. അങ്ങനെ വ്യാജമായ പല പതിപ്പുകൾ പുറത്തിറക്കിയപ്പോൾ ഇതെല്ലാം ദൈവം കൽപ്പിച്ചതാണെന്നുള്ള ധാരണയിൽ ആൾക്കാർ അതെല്ലാം ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി. എന്നാൽ പ്രിയമുള്ളവരെ, വചനം പഠിച്ചാൽ ശരിയായ സ്നാനം ഒന്നേ ഉള്ളൂ. നിങ്ങളെ വിളിച്ചപ്പോൾ, എഫെസ്യർ 4:4 മുതൽ 6 വരെ എന്താ വായിച്ചത്? നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി, നമ്മുടെ എല്ലാവരും ഒരൊറ്റ പ്രത്യാശയുള്ളൂ, ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന് എന്ന് വെച്ചാൽ ഒരൊറ്റ സഭയേ ഉള്ളൂ, സത്യസഭ ഒന്നേ ഉള്ളൂ. ആത്മാവൊന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒറ്റ പരിശുദ്ധാത്മാവേ ഉള്ളൂ. അല്ല, ആ സഭക്കാർക്ക് ഒരു പരിശുദ്ധാത്മാവും ഈ സഭക്കാർക്ക് വേറൊരു പരിശുദ്ധാത്മാവില്ല. ആത്മാവൊന്ന്, വിശ്വാസമൊന്ന്, ഒരൊറ്റ വിശ്വാസം, ശരിയായ വിശ്വാസം ഒന്നേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ഒന്ന്. സ്നാനം ഒന്ന്, ഒരൊറ്റ സ്നാനമേ ഉള്ളൂ. അത് കർത്താവ് കാണിച്ചു തന്ന മാതൃക പ്രകാരമുള്ള സ്നാനമാണ്. മറ്റുള്ളതെല്ലാം സാത്താൻ പുറത്തിറക്കിയിരുന്ന വ്യാജമായ പതിപ്പുകളുടെ. സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ, ഒരൊറ്റ ദൈവമേ നമുക്കുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇന്ന് വ്യത്യസ്ത സ്നാനങ്ങൾ ലോകത്തിൽ കാണുന്നു. ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കിയാൽ എന്തെല്ലാം തരത്തിലുള്ള സ്നാനങ്ങൾ കാണാം? ശിശു സ്നാനം കാണാം, മുതിർന്നവർക്കുള്ള സ്നാനം കാണാം, അല്ലേ? വെള്ളം ഒഴിച്ചുള്ള സ്നാനം കാണാം, വെള്ളം തളിച്ചുള്ള സ്നാനം കാണാം, വെള്ളത്തിൽ മുക്കിയുള്ള സ്നാനം കാണാം, വെള്ളത്തിൽ 3 പ്രാവശ്യം മുക്കിയുള്ള സ്നാനം കാണാം. ചിലർ റോസാപ്പൂക്കൾ വിതറി സ്നാനപ്പെടുത്തുന്നു, ചിലർ കൊടിക്കീഴിലൂടെ നടത്തി സ്നാനപ്പെടുത്തുന്നു, ചിലർ ടെലിഫോണിലൂടെ സ്നാനപ്പെടുത്തുന്നു, ചിലർ ഉപ്പ് വിതറി സ്നാനപ്പെടുത്തുന്നു എന്ന് വേണ്ട പല തരത്തിലുള്ള സ്നാനങ്ങൾ. ചോദിക്കട്ടെ, ഇതെല്ലാം ദൈവവചനപ്രകാരം ശരിയായ സ്നാനങ്ങളാണോ? ഒരിക്കലുമല്ല. ദൈവവചനപ്രകാരം ശരിയായ സ്നാനം ഒന്നേ ഉള്ളൂ. അത് അല്ലാത്തതൊക്കെ സാത്താൻ പുറത്തിറക്കിയിരിക്കുന്ന വ്യാജമായ പതിപ്പുകളാണ്. ശരിയായ സ്നാനം എന്ന് പറഞ്ഞാൽ ഒരുവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് തൻ്റെ പാപങ്ങളെയൊക്കെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ 10 അനുസരിക്കുവാൻ തീരുമാനമെടുത്ത് ദൈവവചനപ്രകാരം വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരുവൻ വെള്ളത്തിലിറങ്ങി മുങ്ങി എടുക്കുന്ന സ്നാനമാണ്, മുങ്ങിയുള്ള സ്നാനമാണ് ശരിയായ സ്നാനം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അപ്പോസ്തലന്മാരൊക്കെ കാണിച്ചു തന്ന മാതൃക പ്രകാരം വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി സ്നാനപ്പെടണം. അല്ലാതെ വെള്ളം കോരി ഒഴിച്ചോ തളിച്ചോ ഉള്ളതൊന്നും ശരിയായ സ്നാനങ്ങൾ അല്ല. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനത്തിന് അനുസൃതമായ സ്നാനം അത് വെള്ളത്തിൽ ഇറങ്ങി മുങ്ങിയുള്ള സ്നാനമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് നിക്കോദെമോസിനോട് കർത്താവ് പറഞ്ഞത്, വെള്ളത്താലും
ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ഒക്കെ വ്യത്യസ്തമായ സ്നാനങ്ങൾ ഏറ്റിട്ടുള്ള പലരും എന്നെ കേൾക്കുന്നുണ്ട്. നാം ശരിയായ സ്നാനം ഏറ്റിട്ടില്ല എങ്കിൽ ശരിയായ സ്നാനം ഏൽക്കേണ്ടതായിട്ടുണ്ട്. ശരിയായ സ്നാനം എങ്ങനെ തിരിച്ചറിയും? നമുക്ക് ഏത് സംശയമുണ്ടെങ്കിലും സംശയം തീർക്കാനൊരു മാർഗമുണ്ട്. എന്താണ്? കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കണം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ അതിന് 1-2 വാക്യങ്ങൾ വായിക്കുന്നത്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടസ്ഥിരതയോടെ ഓടുക. എന്നിട്ട് പറയാണ്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുന്നിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവിടുന്ന് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്തു. എന്താ മനസ്സിലായി? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കുക. ഒരാൾക്ക് എങ്ങനെ സ്നാനപ്പെടേണ്ടതെന്ന് അറിയത്തില്ല എന്നിരിക്കട്ടെ, ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കിയാൽ മതി. യേശുക്രിസ്തു എങ്ങനെ സ്നാനമേറ്റത്? യേശുക്രിസ്തു കുഞ്ഞായിരിക്കുമ്പോൾ അമ്മയായ മറിയം എടുത്തുകൊണ്ടെന്ന് വന്ന പള്ളിയിലെ പുരോഹിതന്റെ കയ്യിൽ കൊടുത്ത് പുരോഹിതൻ വെള്ളം ഒഴിച്ച് സ്നാനപ്പെടുത്തിയാന്നോ? അല്ല. കർത്താവായ യേശുക്രിസ്തു യോഹന്നാനാൽ യോർദാൻ നദിയിൽ വെള്ളത്തിലിറങ്ങി മുങ്ങിയുള്ള സ്നാനമാണ് ഏറ്റത്. അതാണ് ശരിയായ സ്നാനം. അതുകൊണ്ടാ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ നാം ഏറ്റിരിക്കുന്ന സ്നാനം ഇതിന് വിരുദ്ധമായ സ്നാനമാണെങ്കിൽ ശരിയായ സ്നാനം ഏൽക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം ചിന്തിക്കേണ്ട വിഷയമാണ്. നോക്കിക്കേ, അതിലെ പുരോഹിതന്മാർ എൻ്റെ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്ത് എൻ്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു എന്ന് യഹസ്കേൽ 22-26 വായിക്കുമ്പോൾ ഇന്ന് അനേക പുരോഹിതന്മാരും ഉപദേഷ്ടാക്കന്മാരും സത്യസ്നാനത്തെ മറച്ചു വെച്ചിട്ട് അവരിൽ പലരും പോയി ശരിയായ സ്നാനമേറ്റവരാണ്. എന്നിട്ട് തങ്ങളുടെ ജനങ്ങൾക്ക് തെറ്റായ സ്നാനം കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ യേശു കാണിച്ച മാതൃക പ്രകാരം സ്നാനമേൽക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ സ്വർഗരാജ്യത്തിൽ പോകത്തില്ല. അതുകൊണ്ട് നല്ല തീരുമാനമെടുക്കാം. ഈ നല്ല പ്രഭാതത്തിൽ കർത്താവിൻ്റെ ഉപദേശം ചെവിയിൽ മുഴങ്ങട്ടെ. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയത്തില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് സ്നാനപ്പെടുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. അതിന് നമ്മൾ മാനസാന്തരപ്പെടണം. ദൈവത്തിൻ്റെ വചനം ശരിക്കും മനസ്സിലാക്കണം. അടിസ്ഥാന ഉപദേശങ്ങളെ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ പഴയകാല പാപങ്ങളോട് വിട പറയണം. വിശുദ്ധ ജീവിതം നയിപ്പാൻ തീരുമാനമെടുക്കണം. അങ്ങനെ നിങ്ങൾക്ക് തീരുമാനമുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിച്ചാൽ സ്നാനപ്പെടുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ദൈവവചന പഠനങ്ങളൊക്കെ ഞങ്ങൾ നൽകുന്നതായിരിക്കും. പ്രിയമുള്ളവരെ, സത്യം നിങ്ങളെ മാടി വിളിക്കുമ്പോൾ സത്യത്തിന് പുറംതിരിഞ്ഞു നിൽക്കാതെ യഥാർത്ഥമായ സത്യത്തിലേക്ക് കടന്നു വരുവാൻ ദൈവമായി കർത്താവ് സഹായിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഞാൻ ഏറ്റിരിക്കുന്ന സ്നാനം തെറ്റായ സ്നാനമാണെന്ന് ഇന്നത്തെ തിരുവചന സന്ദേശത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചല്ലോ. അതുകൊണ്ട് ഞാനൊരു പുതിയ സ്നാനം, ശരിയായ സ്നാനം ഏൽക്കുവാൻ തീരുമാനിക്കുന്നു. നല്ല തീരുമാനങ്ങളെ എടുക്കാം. അതുപോലെ നിങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും എന്തു തന്നെയായിരുന്നാലും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നമ്മെ വിടുവിക്കും. നല്ല തീരുമാനത്തോടും പ്രതിഷ്ഠയോടും പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. സമർപ്പിക്കാം, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നടികളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് യേശു കർത്താവ് അസന്നിഗ്ധമായി അടിവരയിട്ട് പറയുമ്പോൾ അടിയങ്ങളുടെ ജീവിതങ്ങളിൽ ഏറ്റിരിക്കുന്ന സ്നാനം എങ്ങനെയുള്ള സ്നാനമാണെന്ന് ചിന്തിക്കുവാനും കർത്താവ് കാണിച്ച മാതൃക പ്രകാരം സ്നാനപ്പെടുവാനും ദൈവഭാഗത്തേക്ക് അടുത്തു വരുവാനും കർത്താവ് അടിയങ്ങളെ സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയങ്ങൾ ഈ ലോകത്തിൽ താൽക്കാലികവാസികളാണ്, കൂടാരവാസികളാണ്. ഈ കൂടാരം ഏത് സമയത്തും അഴിഞ്ഞു വീഴാം. എന്നാൽ നിത്യമായ ഒരു ഭവനം കർത്താവ് അടിയങ്ങൾക്ക് ഒരുക്കുന്നുണ്ടല്ലോ. അവിടെ വസിക്കണമെങ്കിൽ അടികൾ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കേണ്ടതായിട്ടുണ്ടല്ലോ. ആ നല്ല തീരുമാനമെടുത്ത പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. അവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ ദിവസങ്ങളിൽ നല്ല തീരുമാനങ്ങളെ കേൾപ്പാൻ സഹായിക്കണമേ. അതുപോലെ കർത്താവെ, രോഗത്തിലും ഭാരത്തിലും പ്രയാസത്തിലും കഷ്ടതയിലും കണ്ണുനീരിലും കടബാധ്യതകളിലും ജീവിതത്തിൻ്റെ നീറുന്ന പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളോടും കരുണ കാണിക്കണമേ.
അവർ നല്ല തീരുമാനത്തോടെ ദൈവഭാഗത്തേക്ക് കടന്നു വരാൻ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാം. എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ്ഹിന്ദ് ചാനലിലുള്ള ഈ സംപ്രേഷണം കാണുക, കേൾക്കുക, മറ്റുള്ളവരോട് പറയുക. യൂട്യൂബിലും കാണാം. ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ ദൈവവചനത്തിൽ വളരുവാനും കർത്താവിൻ്റെ നല്ല സാക്ഷികളായിട്ട് ജീവിപ്പാനും ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത്? വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം? ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത്? വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ? വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ്? വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധമെന്താണ്? തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം. 272 പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില 75 രൂപയാണ്. പുസ്തകം VPP ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താല്പര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് SMS ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക. നമ്പർ 9740979977. ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഇത് തിരുവചന സത്യം. ക്രൈസ്തവ ലോകത്ത് പരക്കെ പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത്. ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് 130 രൂപയാണ് വില. എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു. നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9847906636. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബമാസിക. തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക. സമകാലിക സംഭവങ്ങൾ, ആരോഗ്യ ശാസ്ത്രം, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു. വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ SMS ചെയ്യുക. നമ്പർ 9495955082. വാർഷിക വരിസംഖ്യ വെറും 150 രൂപ മാത്രം.